നമുക്കൊരു ബെഡ്റൂം എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ള ഒരു റൂമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ഒരു ദിവസത്തെ കൂടുതൽ സമയങ്ങളും ചെലവഴിക്കുന്നത് ഒരു ബെഡ്റൂമിലായിരിക്കും. അപ്പോൾ ആ ബെഡ്റൂം നമ്മൾ യഥാവിധി കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവാനും നമ്മുടെ സൗഭാഗ്യങ്ങളെ വർദ്ധിപ്പിക്കാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനും ഈ ഒരു റൂം കൊണ്ട് നമുക്ക് സാധിക്കും. മെയിനായിട്ട് നമ്മളത് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കട്ടിലാണ്. കട്ടിൽ നമ്മളൊന്ന് കറക്റ്റ് ചെയ്യണം. കട്ടിൽ നമ്മൾ ഒന്നുകിൽ തെക്കോട്ട് തലവെച്ച് കിടക്കണം അല്ലെങ്കിൽ കിഴക്കോട്ട് തലവെച്ച് കിടക്കണമെന്നാണ് വാസ്തുവിൽ പറയുന്നത്. ഫെങ്ഷുവിൽ അങ്ങനെയല്ല പറയുന്നത്. ഓരോരുത്തരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് അതിന് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് കുവാ നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കുവാ നമ്പർ എന്താണെന്നും അത് എങ്ങനെയാണ് കണക്കാക്കുന്നതെന്നുള്ളത് മുൻപുള്ള പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബെഡ്റൂം എടുക്കുക. ബെഡ്റൂമിന്റെ തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ സ്വീകരണ മുറി പോലെ അല്ലെങ്കിൽ വീടിനെ പോലെ തന്നെ ബെഡ്റൂമിന്റെ തെക്ക് കിഴക്ക് ഭാഗവും സമ്പത്തിന്റെ ദിക്കാണ്. അപ്പോൾ ആ തെക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ ഒരു കാരണവശാലും കെട്ടിക്കിടക്കുന്ന ഫയലുകളോ അല്ലെങ്കിൽ കേടായ വസ്തുക്കളോ അതല്ലെന്നുണ്ടെങ്കിൽ മറ്റ് നെഗറ്റീവായിട്ടുള്ള സാധനങ്ങളോ ഒരു കാരണവശാലും തെക്ക് കിഴക്ക് ഭാഗത്ത് കൊണ്ട് വെക്കാൻ പാടില്ല. തെക്ക് കിഴക്ക് ഭാഗത്ത് അത്തരത്തിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ട് വെക്കുകയാണെങ്കിൽ അത് സാരമായ രീതിയിൽ നമ്മുടെ സമ്പത്തിനെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്നാണ് ചൈനീസ് വാസ്തുകല ഫെങ്ഷുയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ തെക്ക് കിഴക്ക് ഭാഗം വൃത്തിയായിരിക്കുക. അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു വെൽത്ത് ബേസ് നമുക്ക് വെക്കാം. ഒരു വെൽത്ത് ബേസ് വെക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെറിയ വുഡിന്റെ ഒരു പീഠം വെക്കുക. പീഠം വെച്ചതിന് ശേഷം നല്ല ഗോൾഡ് കളറിലുള്ള ഒരു ഉരുളിയോ അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു വെയ്സോ വാങ്ങിച്ചതിന് ശേഷം അതിനകത്ത് ചൈനീസ് കോയിൻസ്, സിട്രിൻ, ഇൻഗോട്ട്, സിട്രിൻ്റെ സ്റ്റോൺ, അതുപോലെ തന്നെ അമിത്തിസ്റ്റിൻ്റെ സ്റ്റോണ്, പെൻസിൽ ക്രിസ്റ്റല്, നമ്മളുടെ നാണയങ്ങൾ, വിദേശ നാണയങ്ങൾ, അങ്ങനെ എല്ലാം കൂടെ വെച്ചിട്ട് ഇതിൻ്റെ പുറത്തൂടെ, അതായത് ഇത് നിറഞ്ഞ് കുറച്ച് താഴെ വീണ് നമ്മൾ വെച്ചാക്കുന്ന സ്റ്റൂളിൻ്റെ മുകളിൽ വീണ് കിടക്കുന്ന രീതിയിൽ പോലും വിൽക്കുന്ന രീതിയിൽ കുറേ ഇങ്ങനെ കവിഞ്ഞ് പുറത്തോട്ട് ഇടുന്ന രീതിയിൽ നമുക്ക് വയ്ക്കാം. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സമ്പത്ത് നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുവിൽ കണക്കാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതിനെ എൻഹാൻസ് ചെയ്യേണ്ട മറ്റൊരു ദിക്കെന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് ആണ്. സൗത്ത് വെസ്റ്റ് എന്താണ്? റിലേഷൻഷിപ്പാണ് പറയുന്നത്. അപ്പം സൗത്ത് വെസ്റ്റ് ഭാഗത്ത് നമുക്ക് ഭാര്യയും ഭർത്താന്തങ്ങളുടെ ഐക്യത്തിന് വേണ്ടിയിട്ട് അവിടെ നമുക്ക് ഒരു മണ്ടേരി ഡെക്കിൻ്റെ സ്റ്റാച്യു വയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ റോസ് ക്വാർട്സിൻ്റെ സ്റ്റോണും നമുക്ക് അവിടെ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബെഡ്റൂമിനകത്ത് ഒരു ലവ് എനർജി സ്പ്രെഡ് ചെയ്യാനായിട്ട് ഈ റോസ് ക്വാർട്സ് എന്ന് പറയുന്ന സ്റ്റോണിൻ്റെ ഒരു എനർജിക്ക് പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ വളരെ ലൈറ്റായിട്ടുള്ള ലൈറ്റുകൾ വേണം നമുക്ക് ബെഡ്റൂമിലായിട്ട് ഉപയോഗിക്കാൻ. ഒരുപാട് ബ്രൈറ്റ് ലൈറ്റ് ഇടുന്നത് അവിടുത്തെ എനർജി യാങ് എനർജി ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഉറക്കം ശരിയായ രീതിയിൽ വരത്തില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്കൊന്ന് ബെഡ്റൂമിൽ നോക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ആ രീതിയിൽ നമ്മൾ ബെഡ്റൂമിന് ക്രമീകരിക്കുക. അതുപോലെ തന്നെ ഒരു ആവശ്യമില്ലാത്ത വസ്തുക്കൾ നമ്മൾ ബെഡ്റൂമിൽ സൂക്ഷിക്കാൻ പാടില്ല. ബെഡ്റൂം എപ്പോഴും നല്ല നീറ്റായിരിക്കണം, നല്ല ക്ലീൻ ആയിരിക്കണം. ബെഡ്റൂമിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് ഒരു വളരെ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷവും ഒരു സുഗന്ധവും ഒരു കളേഴ്സും ഒക്കെ അതിനകത്ത് ഫീൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പിങ്ക് നിറങ്ങൾ ബെഡ്റൂമിൽ ഉപയോഗിക്കുന്നതും ഏറ്റവും നല്ലതായിട്ട് ഫെങ്ഷുവിൽ കണക്കാക്കുന്നുണ്ട്. ഇനി നമുക്ക് ചില ടൂളുകളിലേക്ക് പോകാം. വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് ബാക്വ മിറർ ആണ്. ബാക്വ മിറർ പ്രധാന വാതിലിന്റെ മുകളിൽ നമുക്ക് സ്ഥാപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബാക്വ മിററിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഓരോ ഫ്യൂഡോഗ് സിമ്പിൾസും വെക്കാം. ദൃഷ്ടി തട്ടാതിരിക്കാൻ വേണ്ടി നമുക്ക് ബ്ലൂ ഐ ഇടാവുന്നതാണ്. പ്രധാന വാതിലിന് സമീപത്തായിട്ട് മറ്റുള്ളവർ നോക്കുമ്പോൾ കാണുന്ന രീതിയിൽ ബ്ലൂ ഐ സ്ഥാപിക്കാം. അതുപോലെ തന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് ഈ വർഷം 2 എന്ന് പറയുന്ന നക്ഷത്രം നിൽപ്പുണ്ട്. അത് കുറച്ച് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാക്കും. അത് നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി 6 മെറ്റൽ കോയിൻസ് ഉപയോഗിക്കാം. അതുപോലെ മണ്ടേരിയൻ ഡെക്കിൻ്റെ സ്റ്റാച്യു വാങ്ങിച്ച് ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ വെക്കുന്നത് കപ്പിൾസ് തങ്ങളുടെ ഐക്യത്തിന് ഏറ്റവും നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുവിൽ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.